നമോ ഭഗവതേ വാസുദേവായ. ത്വയാ ഹൃത്വാ വാമം വപുരപരിതൃപ്തേന മനസാ ശരീരാർത്ഥം ശംഭോർ അപരമപി ശങ്കേ ഹൃദമഭൂത്. യദേതത്ത്വദ്രൂപം സകലമരുണാഭം ത്രിനയനം കുജാഭ്യാസ്മാനമ്രം കുടിലശശിചൂടാലമകുടം. ത്വയാ ഭഗവതിയാൽ, ഹൃത്വ അപഹരിച്ചുകൊണ്ട്, വാമം ഇടത്തെ പകുതി, വപുഹു ശരീരത്തെ, അപരിതൃപ്തേന മനസ തൃപ്തി വരാത്ത മനസ്സോടുകൂടി, ശരീരാർത്ഥം പകുതി ശരീരത്തെ, ശംഭോ ശിവന്റെ, അപരം മറ്റേ, അപി കൂടി, ശങ്കേ ഞാൻ സംശയിക്കുന്നു, ഹൃദം അഭൂത് അപഹരിക്കപ്പെട്ടു എന്ന്, യത് യാതൊരു ഈ കാരണം കൊണ്ട്, ഏതത്വദ്രൂപം ഈ ഭഗവതിയുടെ രൂപം, സകലം മുഴുവനും, അരുണാഭം ചുവന്ന കാന്തിയോടു കൂടിയതായിട്ട്, ത്രിനയനം മൂന്ന് കണ്ണുകളോടുകൂടി, കുജാഭ്യാമാനമ്രം സ്തനദ്വയങ്ങളാൽ അല്പം കുനിഞ്ഞ്, കുടില ശശി ചൂടാല മകുടം ചന്ദ്രക്കലയാൽ അലങ്കരിക്കപ്പെട്ട കിരീടത്തോടു കൂടിയതായിരിക്കുന്നു എന്ന്. എന്റെ ഹൃദയത്തിൽ വിളങ്ങുന്ന ഭവതിയുടെ ഈ മോഹന രൂപം മുഴുവനും അരുണകാന്തിയോടു കൂടിയതായി, ത്രിനേത്രങ്ങളുള്ളതായി, വർത്തുളങ്ങളായ സ്തനദ്വയങ്ങളാൽ അല്പം ആനമ്രമായി, ചന്ദ്രക്കലയാൽ അലങ്കരിക്കപ്പെട്ട മകുടത്തോടു കൂടിയതായിരിക്കുന്നു എന്ന യാതൊരു കാരണത്താൽ ശിവന്റെ വാമാർദ്ധത്തെ അപഹരിച്ചിട്ടും തൃപ്തി വരാതെ, ഭവതിയാൽ മറ്റപ്പകുതിയും കൂടി അപഹരിക്കപ്പെട്ടിരിക്കുന്നുവെന്നോ എന്നു ഞാൻ സംശയിക്കുന്നു. ത്വയാ ഹൃത്വാ വാമം വപുരപരിതൃപ്തേന മനസാ ശരീരാർത്ഥം ശംഭോർ അപരമപി ശങ്കേ ഹൃദമഭൂത്. യദേതത്ത്വദ്രൂപം സകലമരുണാഭം ത്രിനയനം കുജാഭ്യാമാനമ്രം കുടില ശശിചൂടാലമകുടം. ശ്രീഹരേ നമഃ, ശ്രീഹരേ നമഃ. ഗോപികാ ജീവനസ്മരണം. ഗോവിന്ദ ഗോവിന്ദ.